ഹായ് ഫ്രണ്ട്സ്, ഒരു ഫ്രോങ്സ് ബേസ് മോഡലിലാണ് നമ്മൾ കുറച്ച് ആക്സസറീസുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതായത് സിഗ്മ വേരിയൻറ്റ്. അപ്പോൾ ഒരു ഡേ ലൈറ്റാണ് നമ്മൾ മെയിനായിട്ട് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇത് ടോപ്പ് മോഡലിൽ വരുന്ന സെയിം പ്രോഡക്റ്റാണ്. ഈ പാർട്ടിൽ നിലവിൽ ഇൻഡിക്കേറ്ററും പാർക്കും മാത്രമാണ് വരുന്നത്. അതിലേക്കാണ് നമ്മൾ ഈ ടോപ്പ് മോഡലിലെ ഡേ ലൈറ്റ് ഉൾപ്പെടെയുള്ള പ്രോഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇത് കമ്പനി ഫംഗ്ഷൻ എങ്ങനെയാണോ വരുന്നത് ആ രീതിയിൽ തന്നെ ഇത് വർക്ക് ചെയ്യും. അതായത് ചാവി ഓണാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡേ ലൈറ്റ് ഓണാവും, പാർക്ക് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിം ആവുകയും ചെയ്യും. ആ രീതിയിൽ തന്നെയാണ് നമ്മളിതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് ചേഞ്ച് ചെയ്തിട്ട് നല്ല വെളിച്ചം കൂടിയ LED ഹെഡ്ലൈറ്റുകൾ ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് ഫോൾഡബിൾ സൈഡ് മിററാണ്. ഈ വാഹനത്തിൽ നോർമൽ മിററാണ് വരുന്നത്. അത് ചേഞ്ച് ചെയ്തതിന് ശേഷം ഫോൾഡബിൾ സൈഡ് മിറർ നമ്മൾ ഈ വാഹനത്തിൽ ഇൻഡിക്കേറ്ററോട് കൂടിയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ പാർട്ട് അവിടുന്ന് റിമൂവ് ചെയ്തതിന് ശേഷം അവിടെ ഒരു ഫെൻഡർ ഗാർണിഷ് ടോപ്പ് മോഡലിൽ വരുന്നത് പോലെ ആഡ് ചെയ്തിട്ടുണ്ട്. അതും ബ്രാൻഡഡ് തന്നെയാണ്. നല്ല ക്വാളിറ്റിയും കാണാൻ നല്ല ഭംഗിയുള്ള ഫെൻഡർ ഗാർണിഷാണ്. നമ്മൾ ചെയ്തിരിക്കുന്ന ഫോൾഡബിൾ സൈഡ് മിറർ അകത്ത് നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അൺഫോൾഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ തന്നെ ഒരു എക്സ്ട്രാ ഫംഗ്ഷനും കൂടെ ആഡ് ആവുന്നുണ്ട്. അതായത് റിമോട്ടിൽ ലോക്ക് അൺലോക്ക് ചെയ്യുമ്പോൾ മിറർ അൺഫോൾഡ് ആവുകയും കൂടെ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഫോൾഡിങ് സൈഡ് മിറർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മളൊരു ഡോർ വൈസർ വിത്ത് ക്രോം ലൈൻ, അതായത് നല്ല ക്വാളിറ്റി ഒരു ഡോർ വൈസർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡിൽ ക്രോം, ഒരു ക്വാളിറ്റി ഹാൻഡിൽ ക്രോം, നല്ല ബ്രാൻഡഡ് പ്രോഡക്റ്റുകളാണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. അത് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മളൊരു സിംഗിൾ പീസ് MLF ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വിനൈൽ ഫ്ലോറിങ്ങിന് പകരം നിലവിൽ ഉപയോഗിക്കുന്ന ബ്രാൻഡഡ് പ്രോഡക്റ്റാണിത്. സിംഗിൾ പീസാണ് വരുന്നത്. ഫുള്ള് മോൾഡിങ്ങും കാര്യങ്ങളായിട്ട് അതേ ഷേപ്പിലാണ് വരുന്നത്. നമ്മൾ ജസ്റ്റ് എടുത്ത് വയ്ക്കുന്നു. അതുപോലെ തന്നെ വെൽക്രോ വെച്ചാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അത്യാവശ്യത്തിന് നമുക്കിത് ഊരി മാറ്റാനും കഴിയുന്ന മാറ്റാണ്, ഫിക്സഡ് ആണ്. അതേസമയം ഒരു അത്യാവശ്യത്തിന് സീറ്റും ഫ്ലാപ്പും അടിച്ചു കഴിഞ്ഞാൽ ഊരി മാറ്റാനും സാധിക്കും. പിന്നീട് നമ്മൾ ഇതിനകത്ത് ഒരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. കൂടാതെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ 9 ഇഞ്ച് ആൻഡ്രോയിഡ് സ്റ്റീരിയോ വിത്ത് 4 സോണി സ്പീക്കേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ടോപ്പ് മോഡലിലെ സ്റ്റിയറിംഗ് ആണ്. എല്ലാ കൺട്രോൾസും കൊണ്ടും കൂടിയിട്ട് ടോപ്പ് മോഡലിലെ സെയിം മാരുതി ജെന്യുവൻ സ്റ്റിയറിങ്ങും അതുപോലെ തന്നെ ക്ലോക്ക് സ്പ്രിങ്ങും കൂടിയിട്ട് നമ്മൾ ഈ വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ലെതറാണ്. ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ്. 7500 രൂപയാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഇതിനോടൊപ്പം 4000 രൂപ വിലയുള്ള ഓഫർ പ്രോഡക്റ്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഈ വാഹനത്തിൽ GFX ബ്രാൻഡിൽ വന്നിരിക്കുന്ന 5D മാറ്റാണ് ഇതിന് മുകളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഫൈബർ ടൈപ്പ് മാറ്റാണ്. ഒരുപാട് വീഡിയോകളിൽ നമ്മൾ കാണിക്കുന്ന പ്രോഡക്റ്റാണിത്. ടോപ്പ് ക്വാളിറ്റി പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ വാഹനം ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ വ്യൂ വരുന്നത്. പിന്നീട് 1-2 പ്രോഡക്റ്റുകളിലൂടെ കാണിക്കാനുണ്ട്. അത് ഒന്ന് കണക്റ്റിംഗ് ടൈൽ ലാമ്പാണ്. ടോപ്പ് മോഡലിൽ വരുന്ന സെയിം കണക്റ്റിംഗ് ടൈൽ ലാമ്പ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബമ്പറിൽ റിഫ്ലക്റ്റർ LED, അത് ഒരു നോർമൽ റിഫ്ലക്ടറാണ് വരുന്നത്. അത് റിമൂവ് ചെയ്തതിന് ശേഷം ഒരു റിഫ്ലക്റ്റർ LEDയും കൂടി നമ്മൾ ഈ വാഹനത്തിൽ ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പാർക്ക്, ബ്രേക്ക്, ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ വരുന്ന രീതിയിലുള്ള നല്ല ഹൈ ക്വാളിറ്റി റിഫ്ലക്ടറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രോങ്സ് എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സമീപിക്കുക. ഒരു ബേസ് മോഡൽ ഫ്രോങ്സ് എടുത്തു കഴിഞ്ഞാൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ഉൾപ്പെടെ ഇതുപോലെ എല്ലാ ആക്സസറീസുകളും നമ്മളതിൽ അവൈലബിൾ ആണ്. നല്ല പ്രൈസ് റേഞ്ചിൽ നമുക്ക് ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ വെച്ചിട്ട് ഇത് മോഡിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുകയാണ്. അപ്പോൾ എല്ലാ ചെക്കിങ്ങിന് ശേഷമാണ്, സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വണ്ടി കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഗ്ലോസി ഫ്രെയിമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ ബന്ധപ്പെടുക.